ഒന്നാമത്തെ പോയിന്റ്, നമ്മുടെ ചാപ്റ്ററുടെ പേരെന്താണ്? അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് അനാറ്റമി. ഇറ്റ് ഇസ് ദ സ്റ്റഡി ഓഫ് എന്താണ് ഇന്റേണൽ ഫീച്ചേഴ്സ് ആരുടെ? ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ വിളിക്കുന്ന പേരെന്താ? ആൻജിയോസ്പെർമ്സ് എന്നാണ്. എന്താണ്? ആൻജിയോസ്പെർമ്സ്. അപ്പൊ അങ്ങനെ ആൻജിയോസ്പെർമ്സിന്റെ ഇന്റേണൽ സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. ഓക്കെ ആണല്ലോ. ഓക്കെ. അപ്പൊ ഒരുപാട് സയന്റിസ്റ്റുമാര് അറിയോ ഈ പറയുന്ന രീതിയിൽ പ്ലാന്റ്സിന്റെ അനാട്ടമിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ NCERT ടെസ്റ്റിൽ അല്ലയോ കാതറിൻ ഈസ എന്ന് പറയുന്ന സയന്റിസ്റ്റിനെ കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പ്ലാന്റ് അനാട്ടമിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ബേസിക് നോളജിന് വേണ്ടി അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഫാദർ ഓഫ് പ്ലാന്റ് അനാട്ടമി ആരാ മക്കളെ? ഫാദർ ഓഫ് പ്ലാന്റ് അനാട്ടമി എന്ന് പറയുന്നത് നമ്മുടെ നെഹിമെ ഗ്രൂവ് ആണ് ഫാദർ ഓഫ് പ്ലാന്റ് അനാട്ടമി. ഓക്കെ. ഇനി ചോദിക്കുക, ഫാദർ ഓഫ് മോഡേൺ പ്ലാന്റ് അനാട്ടമി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ ആരാണ്? നഗേലിയാണ്. ആരാ മക്കളെ? നഗേലി. ഇനി ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാന്റ് അനാട്ടമി ആരാണ് മക്കളെ? അത് നമ്മുടെ ചൗധരിയാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ചാപ്റ്ററിൽ കാതറിൻ ഈസ എന്ന് പറയുന്ന സയന്റിസ്റ്റ് കൂടുതൽ ഡിസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ കൂടുതൽ സ്റ്റഡീസ് പ്ലാന്റ് അനാട്ടമിയെ കുറിച്ച് നടത്തിയിട്ടുണ്ട്, കൂടുതൽ ബുക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാതറിൻ ഈസയുടെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ നോളജിന് വേണ്ടി നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ. യെസ്. അപ്പോൾ നമ്മൾ പ്ലാന്റ് അനാട്ടമി എടുത്തു കഴിഞ്ഞാൽ അല്ലയോ നമുക്കറിയാം ഇത് സ്റ്റഡി ഓഫ് ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് എ പ്ലാന്റ് ആണ്. എങ്ങനെ മനസ്സിലാക്കാം? ഡിസെക്ഷനിലൂടെ മനസ്സിലാക്കാം. എങ്ങനെ മനസ്സിലാക്കാം കുഞ്ഞുങ്ങളെ? ഡിസെക്ഷനിലൂടെ. അപ്പൊ ഇവിടെ രണ്ട് പടം കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഒന്നാമത്തത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ആണ്, രണ്ട് ഒരു ക്രോസ് സെക്ഷൻ ആണ്. അപ്പൊ പ്ലാന്റ്സിനകത്ത് യങ് പാർട്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് യങ് സ്റ്റെമ്മോ യങ് റൂട്ടോ അല്ലെങ്കിൽ ലീഫോ കളക്ട് ചെയ്തിട്ട് അത് പ്രോപ്പറായി ഡിസെക്ട് ചെയ്യുകയും ആ ഡിസെക്ഷനിലൂടെ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്ലാന്റിന്റെ ഇന്റേണൽ സ്ട്രക്ചർ പഠിക്കാനും പറ്റും. ഓക്കെ. അപ്പൊ നമ്മുടെ NCERT ടെസ്റ്റിൽ ഈ അനാറ്റമി എന്ന് പറയുന്ന ഭാഗത്ത് കൂടുതലും ക്രോസ് സെക്ഷനെ കുറിച്ചാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുകയും നമുക്ക് ഈ ഭാഗം കണ്ടോ, ഇതെന്താ മക്കളെ? ക്രോസ് സെക്ഷൻസ് അല്ലേ? യെസ്. അതുപോലെ ഒന്നാമത് നോക്കുകയും ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ആണ്. അപ്പൊ ഇങ്ങനെ പ്രോപ്പർ ഡിസെക്ഷനിലൂടെ നമുക്ക് ഈ കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. യെസ്. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്ലാന്റ് അനാട്ടമിയിലെ ഒരു ചെറിയ ഭാഗമായ ടിഷ്യൂസിനെ കുറിച്ചാണ്. എന്തിനെ കുറിച്ചാണ് കുഞ്ഞുങ്ങളെ? ടിഷ്യൂസിനെ കുറിച്ച്. ഓക്കെ ആണല്ലോ. യെസ്. അപ്പൊ ഈ ടിഷ്യൂസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അതിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പഠിക്കുന്നത്. അത് ഈ ചാപ്റ്ററിൽ സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്ന ഭാഗത്ത് എങ്ങനെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് കൂടെ നമുക്ക് അറിയണം. ഓക്കെ ആണല്ലോ മക്കളെ. യെസ്. പ്ലാന്റില് നോക്കിക്കഴിഞ്ഞാല് പ്രോപ്പർ ആയിട്ട് പ്ലാന്റിന്റെ ബേസിക് യൂണിറ്റ്, ഏതൊരു ലിവിംഗ് ഓർഗാനിസത്തിന്റെ ബേസിക് യൂണിറ്റ് എന്താണ്? സെല്ലാണ്. പ്ലാന്റ് അനാട്ടമിയിൽ നമ്മൾ കൂടുതലും സ്പെസിഫൈ ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? ടിഷ്യൂസിനെ കുറിച്ചാണ്. ഓക്കെ ആണല്ലോ. യെസ്. പ്ലാന്റ് കണ്ടിന്യൂസ് ഗ്രോത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഗ്രോത്ത് കാണിക്കുന്ന ഒരു ആളാണെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള പ്ലാന്റിനകത്ത് ടിഷ്യൂ എടുത്തു കഴിഞ്ഞാൽ ടിഷ്യൂസ് എത്ര ടൈപ്പ് കാണും? പല ടൈപ്പ് ടിഷ്യൂസ് ഉണ്ട്. പല ക്രൈറ്റീരിയ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ NCERT-യിൽ നോക്കിയ ഇവിടെ കേപ്പബിൾ ഓഫ് ഡിവിഷൻ എന്ന് പറയുന്ന ക്രൈറ്റീരിയ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഡിവിഷൻ എന്ന് പറയുന്ന ക്രൈറ്റീരിയ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ടിഷ്യൂസിനെ നമുക്ക് എത്രയും ക്ലാസിഫൈ ചെയ്യാം? രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞ ഏതൊക്കെയാ മക്കളെ? അത് ഒന്ന് മെരിസ്റ്റമാറ്റിക്, രണ്ടെന്താണ്? പെർമനന്റ്. ഓക്കെ ആണല്ലോ. മനസ്സിലായോ? യെസ്. അപ്പൊ നമ്മുടെ പ്ലാന്റ്സിൽ ഒരു ക്രൈറ്റീരിയ എടുത്തു. ഏതാണത്? നമ്മുടെ ഡിവിഷൻ. അപ്പോ രണ്ടായി നമ്മൾ ക്ലാസിഫൈ ചെയ്തു. എന്തൊക്കെയാ മക്കളെ? ഒന്ന് മെരിസ്റ്റമാറ്റിക്, രണ്ടെന്താണ്? അത് പെർമനന്റ്. ഓക്കെ ആണല്ലോ. എങ്കിൽ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം, നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ് ആണ്. മെരിസ്റ്റമാറ്റിക് എന്താ കുഞ്ഞുങ്ങളെ? മെരിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഡിവിഷൻ നടത്തുന്ന, എപ്പോഴും ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ടിഷ്യൂസ് ആണ്. ഓക്കെ ആണല്ലോ. യെസ്. എന്നാൽ പെർമനന്റ് എന്താണ്? ഡിവിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നിലച്ചു, അവർ ഡിഫറൻഷിയേറ്റ് ചെയ്തു. എന്തിനു വേണ്ടി? സ്പെസിഫിക് ഫംഗ്ഷൻ നടത്താൻ വേണ്ടി. ഓക്കെ ആണോ? യെസ്. അപ്പൊ ഈ രണ്ട് ടിഷ്യൂസ് നമുക്ക് അറിയാമല്ലോ. യെസ്. അതിന്റെ ക്രൈറ്റീരിയ അറിയാമല്ലോ. ഓക്കെ ആണല്ലോ. യെസ്. ഇനി ഞാൻ പറഞ്ഞു പ്ലാന്റിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റിന്റെ ഗ്രോത്ത് എടുത്താൽ പ്ലാന്റ് എന്താ ചെയ്യുക? കണ്ടിന്യൂസ് ആണ്. എന്താണ്? കണ്ടിന്യൂസ്. അപ്പൊ പ്ലാന്റിന്റെ ഗ്രോത്ത് എടുത്തു കഴിഞ്ഞാൽ പ്ലാന്റിന്റെ ഗ്രോയിങ് പോയിന്റ്സിൽ കണ്ടിന്യൂസ് ഗ്രോത്തിന് കാരണമായ ഒരു ഭാഗമുണ്ട്. ഏതാ ഭാഗം? ആ ഭാഗത്തിന്റെ പേരെന്ന് പറഞ്ഞേ മെരിസ്റ്റം എന്നാ പറയുന്നത്. എന്താണ്? മെരിസ്റ്റം.
there is some regions അല്ലയോ, ചില റീജിയൻസ് ഉണ്ട്. എവിടെയുണ്ട്? ഗ്രോയിങ് ഭാഗങ്ങളിൽ. അത് ഷൂട്ട് ടിപ്പോ റൂട്ട് ടിപ്പോ എവിടെയാകട്ടെ. അപ്പൊ അങ്ങനെയുള്ള റീജിയൻസ് ഉണ്ട്. അവർക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത്തരം റീജിയൻസിൽ കാണുന്ന ടിഷ്യൂസിന് വിളിക്കുന്ന പേര് എന്തായിരിക്കും? അത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആയിരിക്കും. എന്താണ്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. അപ്പൊ ഇങ്ങനെയുള്ള മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനകത്ത് മെരിസ്റ്റമാറ്റിക് സെൽസ് ഉണ്ട്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സഹായിക്കുന്ന ഗ്രോയിങ് പോയിന്റുകളുണ്ട്. അതിനകത്ത് കണ്ടിന്യൂസ് ഗ്രോത്തിന് കാരണമായ, ഡിവിഷന് കാരണമായ ടിഷ്യൂസ് ഉണ്ട്. ഓക്കെ ആണല്ലോ? യെസ്. ഇതാണ് പ്ലാന്റിനെ എന്താക്കി മാറ്റുന്നത്? ഗ്രോത്ത് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ആ പ്രോപ്പർട്ടിയിലേക്ക് നയിക്കുന്നത്. ഓക്കെ ആണല്ലോ? എങ്ങനെയെങ്കിൽ നമുക്ക് അറിയണം പ്ലാന്റ്സിനകത്തെ ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെ? എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെ എന്നറിയാം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നമ്മുടെ ഈ അനാറ്റമി എന്ന് പറയുന്ന ഈ ഭാഗത്ത് മെരിസ്റ്റമാറ്റിക് സെൽസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കൊടുത്തിട്ടില്ല. അത് പ്ലാന്റ് ഗ്രോത്തിൽ നമ്മളവിടെ ഗ്രോത്ത് ഏത് രീതിയിലാണെന്ന് സ്പെസിഫൈ ചെയ്യുന്ന ഭാഗത്താണ് ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിനെ കുറിച്ച് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണോ? എങ്കിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഒന്നാമത്തെ പോയിന്റ്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് കാണുന്നത് ഗ്രോയിങ് റീജിയൻസിലാണ്. എവിടാ മക്കളെ? ഗ്രോയിങ് റീജിയൻസ്. ഒന്ന് പറഞ്ഞേ. അത് ഷൂട്ട് ടിപ്പ് ആകാം, റൂട്ട് ടിപ്പ് ആകാം, ലീഫ് പ്രൈമോഡി ഒക്കെ ആകാം. ഓക്കെ. അപ്പോ ഈ ഭാഗങ്ങൾ എല്ലാം തന്നെയും ഗ്രോത്ത് നടക്കുന്ന ഭാഗമാണ്. യെസ്. അപ്പൊ അവിടെ കാണുന്നതായിരിക്കുമല്ലോ എന്ത്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറയുന്നത്. സംശയമൊന്നുമില്ലല്ലോ? യെസ്. എന്നാൽ ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന്റെ സെൽ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്? They are moreover isodiametric in shape ആണ്. ഏകദേശം ഒരുപോലെയായിരിക്കും അവരുടെ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി ഇതാ ഇവിടെ സെല്ലുകൾ നോക്കി. ആ സെല്ലുകളുടെ ഇടയിൽ സ്പേസ് ഉണ്ടോ? ഇല്ല. ഇന്റർസെല്ലുലാർ സ്പേസ് അവിടെ കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആണ്. ഓക്കെ ആണല്ലോ? ഇനി ആ സെൽ എടുത്താൽ ആ സെല്ലിനകത്ത് സെൽ വാൾ ഉണ്ടല്ലോ. നമുക്കറിയാം അത് സെല്ലുലോസ് എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ആൻഡ് ഇവിടെ പറയുന്നു ഇത് പ്രൈമറി ടൈപ്പ് ആണ്. എന്താ മക്കളെ? പ്രൈമറി ടൈപ്പ് ആണ് മെരിസ്റ്റമാറ്റിക് എന്ന് പറയുന്ന ടിഷ്യൂസിന്റെ സെൽസിന്റെ സെൽ വാൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എങ്കിൽ ഇവിടെ ആ സെല്ല് എടുത്ത് നോക്കി. ആ സെല്ലില് തിക്കായിട്ട് അല്ലെങ്കിൽ ടെൻസ് ആയിട്ട് എന്തുണ്ട്? സൈറ്റോപ്ലാസം ഉണ്ട്. എന്തുണ്ട്? സൈറ്റോപ്ലാസം. അതിൽ വ്യക്തമായി കാണാൻ പറ്റുന്ന ന്യൂക്ലിയസുകൾ ഉണ്ട്. പ്രോമിനന്റ് ന്യൂക്ലിയസ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കണ്ടിന്യൂസ് ആയി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രോമിനന്റ് ന്യൂക്ലിയസ് ഉള്ള ഡെൻസ് സൈറ്റോപ്ലാസം ഉള്ള വ്യക്തികളാണ് ആര്? ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. ഓക്കെ. ഇനി മറ്റു ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവിടെ ഇന്റർസെല്ലുലാർ സ്പേസ് ആബ്സെന്റ് എന്ന് പറഞ്ഞു. ഇനി സെല്ലുകളെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട്, എന്താണ്? സെല്ലുകളെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ പ്ലാസ്മോഡെസ്മാറ്റൽ കണക്ഷൻസ് ഉണ്ട്. എന്തുണ്ട്? പ്ലാസ്മോഡെസ്മാറ്റൽ കണക്ഷൻസ്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നമ്മൾ പറയാ നമ്മൾ സെല്ല് പഠിച്ചിട്ടുണ്ട്. പ്ലാന്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ്? 90% വാക്യൂൾ ആണ്. പക്ഷേ മെരിസ്റ്റമാറ്റിക് സെല്ലിൽ എന്തില്ല? വാക്യൂൾസ് ആബ്സെന്റ് ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ടാകണം. ചിലപ്പോൾ എക്സാമിന് ചോദിക്കുകയാണ് എന്താണ് ഈ പറയുന്ന സെന്റൻസ് ബേസ്ഡ് ചോദിക്കും ഓപ്ഷൻസ്. അപ്പോ അത് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ അറിയണം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന് ഡിവൈഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ ആണല്ലോ മക്കളെ? യെസ്. അപ്പൊ നമ്മള് സെക്കൻഡറി ഗ്രോത്ത് പഠിക്കുന്ന സമയത്ത് ഈ മെരിസ്റ്റമാറ്റിക് സെല്ലുകൾ പല രീതിയിൽ ഡിവൈഡ് ചെയ്യും, പല പ്ലെയിൻസിൽ ഡിവൈഡ് ചെയ്യും. അപ്പൊ അവിടെ നമ്മൾ ഒരു സ്പെസിഫിക് ടേം ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഒരു റെപ്രസെന്റേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിയ കുഞ്ഞുങ്ങളെ, മെരിസ്റ്റമാറ്റിക് സെല്ലുകൾ ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ നോക്കി, ഈ ക്രോസ് സെക്ഷൻ നോക്കാധികം ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ അവർ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന പേരെന്താണ്? ഇറ്റ് ഈസ് പെരിക്ലൈനൽ. എന്താണ്? പെരിക്ലൈനൽ. അപ്പോൾ അവിടെ നമ്മൾ സെക്കൻഡറി ഗ്രോത്തിൽ പറയുമ്പോൾ ഈ മെരിസ്റ്റമാറ്റിക് സെല്ല് പെരിക്ലൈനലി ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ട്രാൻസ്വേഴ്സ് ഡിവിഷൻ ആണെന്ന് ഓർമ്മ വരണം. ഓക്കെ ആണല്ലോ? എന്നാൽ അടുത്തത് നോക്കി, ഇവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ ടൈപ്പ് എന്ന് പറഞ്ഞ് സെല്ല് ഡിവൈഡ് ചെയ്യും. ഓക്കെ ആണോ? യെസ്. അപ്പൊ നമ്മുടെ ഉപയോഗിക്കുന്ന ടേം എന്താണ്? ഇറ്റ് ഈസ് ആന്റിക്ലൈനൽ. എന്താ കുഞ്ഞുങ്ങളെ? ആന്റിക്ലൈനൽ. അപ്പൊ മെരിസ്റ്റമാറ്റിക് സെല്ലുകൾ സെക്കൻഡറി ഗ്രോത്ത് സമയത്ത് ഈ രീതിയിൽ എന്താണ്? ആന്റിക്ലൈനൽ, പെരിക്ലൈനൽ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഡിവിഷൻ നടക്കുന്നുണ്ട് എന്ന് പറയും. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈലം ഉള്ളിലേക്ക് വന്നു, ഫ്ലോയം പുറത്തേക്ക് വന്നു എന്നൊക്കെ. അപ്പൊ ബേസിക് ആയിട്ട് നമുക്ക് ഈ ഡിവിഷൻ നമുക്ക് അറിയണം. ഓക്കെ ആണല്ലോ? മനസ്സിലായോ? യെസ്. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമുക്ക് നോക്കാം. നമുക്ക് മെരിസ്റ്റമാറ്റിക് സെൽസ് എന്താണെന്ന് അറിയാം. സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ ആണ്. ഈ മെരിസ്റ്റമാറ്റിക് സെൽസ് എന്താണെന്ന് അറിയാം. ഇതിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്. എന്താണ്? നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ ആണോ? ശ്രദ്ധിച്ചു കേട്ടോണം.
ഇവിടെ ക്രൈറ്റീരിയ ആയിട്ട് ഞാൻ എടുക്കുന്നത് ബേസ്ഡ് ഓൺ പൊസിഷൻ. എന്താ കുഞ്ഞുങ്ങളെ? ബേസ്ഡ് ഓൺ പൊസിഷൻ നമ്മൾ എടുത്തു. മെരിസ്റ്റമാറ്റിക് സെൽസ് ക്ലാസിഫൈ ചെയ്യുന്നു. അത് ഏത് ഭാഗങ്ങളിലാണ് കാണുന്നത് ബേസ്ഡ് ഓൺ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാ ഒന്ന് പറഞ്ഞേ. ഇവിടെ നമുക്ക് ഒന്നാമത്തെ കേസ് എപ്പിക്കൽ എന്ന് പറയുന്ന ടൈപ്പ് ഉണ്ട്, ഇന്റർകാലറി എന്ന് പറയുന്ന ടൈപ്പ് ഉണ്ട്, ലാറ്ററൽ എന്ന് പറയുന്ന ടൈപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ മെരിസ്റ്റമാറ്റിക് സെല്ലുകൾ ഗ്രോയിങ് പോയിന്റിൽ കണ്ടാൽ അവര് നമ്മൾ എന്ത് വിളിച്ചു? എപ്പിക്കൽ ടൈപ്പ്. അത് ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റമാകാം, അത് റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റമാകാം. ഓക്കെ, ഇതിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് പറയാം. എങ്കിൽ intercalary എന്താ മക്കളെ? intercalary എന്താണ് intercalary? The meristem which is basically present in organs. എന്താണ്? ഓർഗൻസിൽ കാണുന്ന മെരിസ്റ്റം ആണെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ ഇന്റർനോഡിന്റെ ബേസിൽ കാണുന്ന മെരിസ്റ്റത്തിനെ വിളിച്ച പേരാണ് എന്താ? intercalary. ഓക്കെ, ഇനി ഇവിടെ നോക്കിയ ഈ പടത്തില് ലാറ്ററൽ കണ്ടോ? വശങ്ങളിൽ അല്ലയോ? ഇവിടെ പ്ലാന്റിന്റെ വശങ്ങളിലാണ് മെരിസ്റ്റം കാണുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിച്ചു എന്താണ്? ലാറ്ററൽ. അപ്പൊ ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് അത്. എപ്പിക്കൽ, ഇന്റർകാലറി, ലാറ്ററൽ എന്ന പേരിൽ നമുക്ക് പറയാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? യെസ്. കുഞ്ഞുങ്ങളെ നോക്കുക, ഇവിടെ നമ്മൾ പഠിച്ചല്ലോ പൊസിഷൻ വെച്ചിട്ട് നമ്മൾ മെരിസ്റ്റത്തെ ക്ലാസിഫൈ ചെയ്തു. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ ഞാൻ പറയുകയാണ്, പ്ലാന്റ്സിനകത്ത് ഗ്രോത്ത് നടക്കുന്നുണ്ട്, അത് കണ്ടിന്യൂസ് ആണ്. എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഓക്കെ ആണല്ലോ? യെസ്. പ്ലാന്റിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് പറയാം. പ്ലാന്റില് പ്രൈമറി ഗ്രോത്തും ഉണ്ട്. എന്തുണ്ട്? പ്ലാന്റിൽ പ്രൈമറി ഗ്രോത്തും ഉണ്ട്, പ്ലാന്റിൽ സെക്കൻഡറി ഗ്രോത്തും ഉണ്ട്. ഓക്കെ, നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് പ്ലാന്റിൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു, പ്ലാന്റിന്റെ നീളം കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോ അതിനെ വിളിച്ച പേര് എന്താണ്? പ്രൈമറി ഗ്രോത്ത് എന്നാണ്. എന്താണ്? പ്രൈമറി ഗ്രോത്ത്. പ്ലാന്റിൽ പ്രൈമറി ഗ്രോത്ത് നടക്കുന്ന സമയത്തോ പ്രൈമറി ഗ്രോത്തിന് ശേഷമോ സെക്കൻഡറി ഗ്രോത്ത് നടക്കാം. എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാന്റിന്റെ തിക്നെസ് കൂടുന്നു, പ്ലാന്റിന്റെ വിഡ്ത് കൂടുന്നു, അതിന് ഉപയോഗിച്ച ടേമാണ് എന്താ? സെക്കൻഡറി ഗ്രോത്ത്. ഓക്കെ, അപ്പൊ മെരിസ്റ്റമാറ്റിക് സെല്ലുകൾ ഉണ്ടെങ്കിലേ ഈ പരിപാടി നടക്കൂ. അപ്പൊ പ്ലാന്റ്സില് പ്രൈമറി ഗ്രോത്തിന് കാരണമായിട്ടുള്ള മെരിസ്റ്റംസ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് എപ്പിക്കലും ഇന്റർകാലറിയുമാണ്. അപ്പൊ പ്ലാന്റ്സിൽ പ്രൈമറി ഗ്രോത്തിന് കാരണമായ ഈ മെരിസ്റ്റത്തെ നമുക്ക് എന്ത് വിളിക്കാം? പ്രൈമറി മെരിസ്റ്റം എന്ന് പറയും. അല്ലയോ? പ്രൈമറി ഗ്രോത്തിന് കാരണമായ മെരിസ്റ്റം. ഓക്കെ ആണല്ലോ? അതിന്റെ ഫംഗ്ഷൻ എന്തുവായിരിക്കും? ലെങ്ത് കൂട്ടുന്നു, ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ പ്രൈമറി ഗ്രോത്ത് എന്ന് പറയുന്നത് കാണിക്കുന്ന മെരിസ്റ്റംസ് സെല്ലുകളെ ഉണ്ടാക്കുമല്ലോ. ആ സെൽ ഏത് ടൈപ്പിൽ വരും? ഇറ്റ് പ്രൊഡ്യൂസസ് പ്രൈമറി ടിഷ്യൂ. എന്താണ് മക്കളെ? ഇറ്റ് പ്രൊഡ്യൂസസ് പ്രൈമറി ടിഷ്യൂ. ഓക്കെ ആണല്ലോ? മനസ്സിലായോ? യെസ്. എങ്കിൽ നമ്മൾ പറയുന്നു പ്ലാന്റ്സില് സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നുണ്ട്, പ്ലാന്റ്സിന്റെ തിക്നെസ് കൂടുന്നു, അല്ലെ? പ്ലാന്റ്സിന്റെ വിഡ്ത് കൂടുന്നു. അതിന് കാരണമായ മെരിസ്റ്റം എന്താണ്? ലാറ്ററൽ മെരിസ്റ്റം. എന്താ മക്കളെ? ലാറ്ററൽ മെരിസ്റ്റം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോഴോ ഈ ലാറ്ററൽ മെരിസ്റ്റം സെക്കൻഡറി ഗ്രോത്തിനെ അല്ലേ ഹെൽപ്പ് ചെയ്യുന്നത്? അപ്പൊ അതിനെ എന്ത് നമുക്ക് വിളിക്കാം? സെക്കൻഡറി മെരിസ്റ്റം എന്ന് വിളിച്ചുകൂടെ? ഓക്കെ ആണല്ലോ? യെസ്. പ്രൈമറി മെരിസ്റ്റം പ്രൈമറി ടിഷ്യൂസിനെ ഉണ്ടാക്കിയെങ്കിൽ സെക്കൻഡറി മെരിസ്റ്റം എന്തിനെ ഉണ്ടാക്കും? സെക്കൻഡറി ടിഷ്യൂസിനെ ഉണ്ടാക്കും. എന്തിനെ ഉണ്ടാക്കും? സെക്കൻഡറി ടിഷ്യൂസിനെ ഉണ്ടാക്കും. ഓക്കെ ആണല്ലോ? സംശയമൊന്നുമില്ലല്ലോ? മനസ്സിലായോ? അപ്പൊ എക്സാമിന് ചോദിക്കും എപ്പിക്കൽ, ഇന്റർകാലറി, ലാറ്ററൽ എന്നൊക്കെ പറയുന്നത് വന്നിട്ട് അത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ഏത് ടൈപ്പ് ടിഷ്യൂ